ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു വിഷമമാണ് നിങ്ങളോട് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഈദ് വ്ളോഗൊക്കെ ഇടണമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മുന്നത്തെ ഒരു എറണാകുളം വ്ളോഗ് ഉണ്ടായിരുന്നല്ലോ, ആ വീഡിയോ എല്ലാം കൂടി അബദ്ധവശാൽ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ ഈദ് വ്ളോഗൊന്നും ഇല്ലാതിരുന്നത്. അതേപോലെ തന്നെ ഈദ് മുബാറക്കൊന്നും നിങ്ങളോട് പറയാൻ പറ്റിയിട്ടില്ല. അതിന് എല്ലാവരോടും സോറി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കുറച്ച് വാഷിംഗ് ടിപ്പുകളാണ്. അതായത് നമ്മൾ വാഷിംഗ് മെഷീനിലല്ലാതെ അലക്കുകല്ലിൽ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് കേട്ടോ. എന്നാലും കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടത്. ഏതായാലും ഞാൻ വാഷ് ചെയ്യാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ തിരഞ്ഞെടുത്തത്. ആദ്യം തന്നെ നമ്മൾ ഈ വസ്ത്രങ്ങളൊക്കെ വാഷ് ചെയ്യാനുള്ളത് ഒക്കെ തരം തിരിച്ചിട്ട് മാറ്റി വെക്കണം. അതായത് പിന്നെ പുതിയ വസ്ത്രങ്ങൾ, വെള്ള വസ്ത്രങ്ങൾ, കളർ ഇളകുന്നത്, ബ്ലാക്ക് കളറുള്ളത്, അങ്ങനത്തെ എല്ലാം നമ്മൾ തരം തിരിച്ച് തന്നെ വെക്കണം. അതേപോലെ അണ്ടർ ഗാർമെൻറ്റും സോക്സും ഒന്നും ഇതിൻ്റെ കൂട്ടത്തിലിടാതെ അതും ഒന്ന് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തോർത്തുമുണ്ടുകളൊക്കെ മാസത്തിലൊരിക്കലെങ്കിലും ഇതേപോലെ പുഴുങ്ങിയിട്ട് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കണം. തോർത്തുമുണ്ട് പുഴുങ്ങാനായിട്ട് കുറച്ച് വലിപ്പമുള്ള ചെമ്പ് എടുക്കണം. ഈ ചെമ്പ് ഞാൻ സ്ഥിരമായിട്ട് തോർത്തുമുണ്ട് പുഴുങ്ങിയെടുക്കുന്നതാണ് കേട്ടോ. അതിനായിട്ട് കുറച്ച് വലിപ്പമുള്ള ചെമ്പ് എടുക്കണം. ആ ചെമ്പിലേക്ക് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് സോപ്പ് കഷ്ണങ്ങൾ ഇതേപോലെ ചെത്തിയിട്ട് കൊടുക്കണം. ഞാനിവിടെ സ്ഥിരമായിട്ട് ബാർ സോപ്പാണ് കേട്ടോ ഉപയോഗിക്കൽ. അതിനായിട്ട് മാത്രം മാറ്റി വെച്ചതാണിത്. പിന്നെ അതിലേക്ക് നമ്മൾ അഴുക്ക് കൂടിയ തോർത്തുമുണ്ട്, അഴുക്ക് കുറഞ്ഞ തോർത്തുമുണ്ട് എങ്ങനെ ഇട്ട് കൊടുക്കണം. അഴുക്ക് കൂടിയത് ഏറ്റവും അടിയിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പ് കത്തിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വെട്ടി തിളപ്പിക്കണം. ഇത് നല്ലവണ്ണം വെട്ടി തിളപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിലേ ഉള്ളൂ നമ്മൾ ഈ തോർത്തുമുണ്ടിലെ അഴുക്കും മെഴുക്കും ഒക്കെ പോകുള്ളൂ. ഇനി കുറച്ച് നേരം തിളച്ചതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അടിയിലത്തത് മുകളിലേക്ക് ആക്കി കൊടുക്കണം. അങ്ങനെയല്ല എല്ലാ ഭാഗത്തേക്കും അഴുക്ക് പോകുള്ളൂ. തോർത്തുമുണ്ടൊന്ന് നിറം മങ്ങുമ്പോൾ തന്നെ ഞാൻ സ്ഥിരമായിട്ട് ഇതിങ്ങനെ ചെയ്തെടുക്കലിന് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ആ തോർത്തുമുണ്ട് ഉപയോഗിക്കുമ്പോൾ. കളർ ഇളകുന്ന വസ്ത്രങ്ങൾ എങ്ങനെയാണ് വാഷ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ചധികം കല്ലുപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സോപ്പും പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് വെള്ളം കൂടി ഒഴിച്ചിട്ട് കളർ ഇളകുന്ന വസ്ത്രങ്ങൾ മാത്രം ഇട്ട് കൊടുക്കണം. ഇത് മറ്റ് വസ്ത്രങ്ങളുടെ കൂടെ ഒന്നും കൂട്ടാൻ പറ്റില്ല. അങ്ങനെ എല്ലാത്തിനും കളർ പിടിക്കും. എൻ്റെ മാക്സി മാത്രമാണ് കളർ ഇളകുന്നത്. അതുകൊണ്ടാണ് അത് മാത്രം ഞാൻ വേറെ തന്നെ കുതിർത്ത് വെച്ചത്. പിന്നെ നമ്മുടെ ബ്ലാക്ക് വസ്ത്രങ്ങളൊക്കെ ഉണ്ടാവില്ല, അത് പിന്നെ മറ്റ് വസ്ത്രങ്ങളുടെ കൂടെ ഇട്ട് അലക്കരുത്. ആ ബ്ലാക്കിലേക്ക് മറ്റുള്ള കളർ വസ്ത്രങ്ങളുടെ പൊടികളൊക്കെ ഇട്ടിട്ട് അതൊരു അലക്കി ഉണങ്ങി കഴിയുമ്പോൾ അതിങ്ങനെ ആ പൊടികൾ അതിൽ പറ്റിക്കിടക്കും. അതിനുകൊണ്ടാണ് ഇതിങ്ങനെ വേറെ തന്നെ ഇതേപോലെ കുതിർത്ത് വെക്കുന്നത്. ഇത് ഞാൻ സാധാരണ അങ്ങനത്തെ ബ്ലാക്ക് വസ്ത്രങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് തന്നെ അത് തിരുമ്പി എടുക്കുക ചെയ്യുക. പിന്നെ ഡ്രസ്സുകളൊന്നും ഞാൻ ഒരുപാട് സമയമൊന്നും കുതിർത്ത് വെക്കലില്ല കേട്ടോ. അങ്ങനെ ചെയ്താൽ സോപ്പും പൊടീൻ്റെ അതുകൊണ്ട് തന്നെ നമ്മുടെ വസ്ത്രങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ കളറ് പോകാനും നരയ്ക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും നമ്മൾ ഈ സോപ്പും പൊടിയിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ പുതിയ വസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സുകളൊക്കെ തന്നെ ഞാൻ ഇതേപോലെ കല്ലുമ്മൽ വെച്ചിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് മെല്ലെ മെല്ലെ കുത്തി തിരുമ്പാട്ടോ ചെയ്യൽ. ആദ്യം ഇതിലൊരു ബ്ലാക്ക് ഡ്രസ്സ് ഉണ്ടായിന്, അതാണ് ആദ്യം തന്നെ അത് തിരുമ്പിയെടുക്കുന്നത്. ഞാൻ സാധാരണ ഡോക്ടർ വാഷ് എന്ന് പറഞ്ഞൊരു സോപ്പുണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കൽ. അതാകുമ്പോൾ നല്ല പതയുണ്ടാവും, നല്ല ക്ലീൻ ആവും ചെയ്യും. നമ്മളെ കൈക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പെട്ടെന്ന് ചിലർക്ക് സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കേട്ടോ ഡോക്ടർ വാഷിൻ്റെ സോപ്പും പൊടിയും സോപ്പും ഒക്കെ. നല്ല പുതിയ വസ്ത്രങ്ങളൊന്നും ഒരു കാരണവശാലും കല്ലിൽ അടിച്ച് തിരുമ്പരുത് കേട്ടോ. ഷർട്ട് പ്രത്യേകിച്ച്. കാരണം എന്താ വെച്ചാൽ ഷർട്ടത്തെ കുടുക്കൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ടാവും. ഇതേപോലെ സോപ്പ് ഉപയോഗിച്ച് കുത്തി കുത്തി തിരുമ്പിയാൽ മതി. ഒരുപാട് അഴുക്കൊന്നും എന്തായാലും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ വലിയ അഴുക്കൊന്നും ഇല്ലാത്തത് ഇതേപോലെ തന്നെ തിരുമ്പിയെടുത്താൽ മതി. പിന്നെ കഴിയുന്നതും ചുരിദാർ, സാരി അങ്ങനത്തെ ഒക്കെ നമ്മൾ ഷാമ്പു ഉപയോഗിച്ച് തിരുമ്പുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കയ്യിൽ ഷാമ്പു തീർന്നതിനോണ്ടാണ് ഞാൻ ഈ സോപ്പ് ഉപയോഗിച്ചിട്ട് ഈ ചുരിദാറൊക്കെ തിരുമ്പിയെടുക്കുന്നത്. കൂടുതൽ ഇതിനെക്കാട്ടി നല്ല വില കൂടിയ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഞാൻ ഷാമ്പൂയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഷോപ്പിലേക്ക് ഇടാൻ കണക്കാക്കി വാങ്ങിയ ചുരിദാർ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഈ സോപ്പ് തന്നെ ഉപയോഗിക്കുന്നത്. കഴിയുന്നതും ഇങ്ങനത്തെ വസ്ത്രങ്ങളൊക്കെ ഷാമ്പു ഉപയോഗിച്ച് തിരുമ്പിയാൽ മതി. പിന്നെ ഓരോ വസ്ത്രങ്ങളും കഴുകുന്നതിനനുസരിച്ച് തന്നെ ഞാൻ 2-3 പ്രാവശ്യം വെള്ളത്തിൽ ഒലുമ്പിയിട്ട് ആറിയിടുന്നുണ്ട് കേട്ടോ.
പിന്നെ കുറച്ച് മഴക്കാറൊക്കെ കാണുന്നുണ്ട്. എന്താണെന്നറിയില്ല, അത് ഉണങ്ങി കിട്ടുമോയെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ മഴ അതേപോലെ തന്നെ പോകുമ്പോൾ മഴേൻ്റെ ഒരു സീസണായി വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഓരോന്നും കഴിഞ്ഞനുസരിച്ച് ഒന്നായിട്ട് ആവാൻ കാത്തിക്കാതെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ആറിയിടുകയാണ്. പിന്നെ ഒന്ന് കുറച്ച് വെള്ള വസ്ത്രങ്ങളും കൂടി അലക്കിയെടുക്കാനുണ്ടായിന് കേട്ടോ. അതിനായിട്ട് ഞാൻ ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ക്ലോറക്സ് കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ക്ലോറക്സ് ഉപയോഗിച്ചാൽ നമ്മളെ വെള്ള വസ്ത്രത്തിലത്തെ കറകളൊക്കെ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ. അതേപോലെ സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് കുതിർത്ത് വെച്ചാൽ തന്നെ മതി. പിന്നെ നല്ല നിറം വെക്കണമെങ്കിലും അതേപോലെ കറകൾ പോകണമെങ്കിലൊക്കെ ഈ ക്ലോറക്സ് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നല്ലതാണത്. ഈ ക്ലോറക്സ് കൈകൊണ്ട് നേരിട്ട് തൊടണ്ട കേട്ടോ. കാരണം ചില ആളുകൾക്കൊക്കെ സ്കിന്നിന് പറ്റൂല. അതുകൊണ്ട് ഒരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമ്മളെ പുഴുങ്ങിയ തോർത്തുമുണ്ടൊന്ന് തിരുമ്പിയെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാനൊരു ബക്കറ്റിലേക്ക് മാറ്റുകയാണ്. പണ്ടുള്ള ആളുകളുണ്ടല്ലോ ഇതേപോലെ വെള്ള വസ്ത്രങ്ങളും തോർത്തുമുണ്ടൊക്കെ കാരം പുഴുങ്ങാന്ന് പറയും. കാരം എന്ന് പറഞ്ഞ ഒരു പൊടി വാങ്ങിയിട്ട് ഇതേപോലെ സോപ്പിന് പകരം ഇട്ടിട്ട് നല്ലോണം പുഴുങ്ങി തിരുമ്പിയെടുക്കലാണ് പതിവ്. ഇപ്പോൾ കാരമൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ടാണോ ഇനി കടലില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ഞാൻ കുറേ കാലമായിട്ട് ഈ സോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ കേട്ടോ ഈ തോർത്തുമുണ്ടൊക്കെ പുഴുങ്ങിയെടുക്കുക. ഇതൊരു ചെറിയ ചൂടോട് കൂടി തന്നെ തിരുമ്പിയെടുക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ചൂടാറിയാൽ ഇതിൻ്റെ അഴുക്ക് പെട്ടെന്ന് പോവില്ല. ഇങ്ങനെ ചെറിയ ചൂടോട് കൂടി തിരുമ്പുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും. ഒരുപാട് അധ്വാനിക്കൊന്നും വേണ്ട കേട്ടോ. 3-4 തല്ലിയാൽ തന്നെ അത് ക്ലീനായി കിട്ടും. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് മെല്ലണൊന്ന് ഒരുതി കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ തോർത്തുമുണ്ടിൻ്റെ ഏതെങ്കിലും ഭാഗത്തുള്ള അഴുക്കുകളൊക്കെ പറ്റി പിടിച്ചതൊക്കെ ഇളകി കിടക്കുന്നുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളൊന്ന് കൈ കൊണ്ട് ഒരുതി തിരുമ്പുമ്പോൾ ആ ചളിയും അഴുക്കൊക്കെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒരുതി തിരുമ്പുമ്പോൾ ആ പിന്നെ തോർത്തുമുണ്ടിലുള്ള ചളിയൊക്കെ നീങ്ങി കിട്ടും. ഈ ലാസ്റ്റുള്ള തോർത്തുമുണ്ടും കൂടി എടുത്തപ്പോൾ അതിൽ കുറച്ച് സോപ്പിൻ്റെ വെള്ളം ബാക്കിയുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പദം ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെ ഡോർമാറ്റൊക്കെ ഇതിലിട്ടിട്ട് കുറച്ച് നേരം കൂടി കുതിർത്ത് വെച്ചതിന് ശേഷം തിരുമ്പിയെടുക്കാം കേട്ടോ. പിന്നെ ഇതൊക്കെ കഴുകി കഴിഞ്ഞാൽ ഈ വെള്ള തുണികളൊക്കെ ഉണ്ടാവില്ലേ, വെള്ള തോർത്തുമുണ്ട് തുണി, അതിലൊക്കെ ഇതേപോലെ ഉജാല മുക്കിയാൽ ഈ പിന്നെ ഡ്രസ്സുകളൊക്കെ ഒന്നുകൂടി ബ്രൈറ്റ് ആയിട്ട് തോന്നും കേട്ടോ. ചിലർക്കൊന്നും ഇങ്ങനെ ഉജാല മുക്കുന്നൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല. ഇഷ്ടമുള്ളവർ മാത്രം മുക്കിയാൽ മതിയേ. പിന്നെ ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും തോന്നാം ഇതൊക്കെ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമില്ല, ഇതൊക്കെ എന്തിനാണ് വീഡിയോ ആക്കി ഇടുന്നതെന്ന്. അതിന് ആരും ഒന്നും വിഷമിക്കേണ്ട. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. എല്ലാ പണികളും എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ലല്ലോ. ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ അറിയാത്തവരുണ്ടാവും. അങ്ങനെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഉച്ച ആയപ്പോഴത്തേക്ക് എൻ്റെ ഡ്രസ്സുകളൊക്കെ ഉണങ്ങി കിട്ടിക്കുന്നു കേട്ടോ. മഴയൊന്നും ഭാഗ്യത്തിന് പെയ്തിട്ടില്ല. കഴിയുന്നതും നമ്മൾ ഡ്രസ്സ് ഉണങ്ങിയത് എടുക്കുന്ന സമയത്ത് ഓരോരുത്തരും തരംതിരിച്ച് മടക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു പണി കുറഞ്ഞു കിട്ടും. പിന്നെ പണീൻ്റെ മാത്രമല്ല, എന്തായാലും അധികം ആളുകൾക്കും ഈ തിരുമ്പിയത് മടക്കാനായിരിക്കും മടി. അപ്പോൾ ഈ അയലുമെന്ന് എടുക്കുന്ന സമയത്ത് തന്നെ അതൊക്കെ ഒന്ന് കുടഞ്ഞ് അതിൽ ഉറുമ്പോ അങ്ങനത്തെ എന്താ ഉണ്ടെങ്കിൽ അതേപോലെ അകത്തേക്ക് ഉണ്ടാവാതെ കുടഞ്ഞിട്ട് എടുത്തിട്ട് മടക്കി ഇതേപോലെ ഓരോരുത്തരും സെക്ഷനായിട്ട് തിരിച്ചിട്ട് കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് വലിയൊരു പണി കുറയും. കാരണം എന്താ വെച്ചാൽ അധികം ആളും അവിടെ കട്ടുമലോ മേശമലൊക്കെ കൊണ്ടുപോയിടല്ലേ ചെയ്യുക മടക്കാതെ. അങ്ങനെ ഇതേപോലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു പണി കുറഞ്ഞു കിട്ടും. എല്ലാവരുടെയും പെരുന്നാളൊക്കെ നല്ല ഉഷാറായി അടിച്ചു പൊളിച്ചും കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞങ്ങൾക്കും നല്ല സന്തോഷത്തിൻ്റെ പെരുന്നാളൊക്കെ തന്നെ ആയിന് കേട്ടോ. ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും വാഷിംഗ് മെഷീനിൽ തന്നെയാണ് വാഷ് ചെയ്യൽ. എന്നാലും അലക്കുകല്ലിൽ വാഷ് ചെയ്യുന്ന ആളുകൾ കുറവല്ല. അങ്ങനെ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.